ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന, പലയിനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. കാനകളുടെ ശുചീകരണം ഉറപ്പാക്കാൻ വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന, പലയിനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. ഭൂരിഭാഗം പച്ചക്കറികൾക്കും വിപണിയിൽ വില ഇരട്ടിയായി. 100 രൂപയിൽ താഴെയായിരുന്ന പയറിന്റെ വിലയാണ് ഏറ്റവും ഉയർന്നത്. കിലോയ്ക്ക് 200 രൂപ വരെയായിട്ടുണ്ട്. പലയിടങ്ങളിലും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം. വേനൽ കടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി കുറഞ്ഞു. വിളവിനെയും വേനൽ ബാധിച്ചിരുന്നു. കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മധ്യ കേരളത്തിൽ ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന. ഗതാഗതക്കുരുക്ക് മൂലം KSRTC ബസ്സുകളുടെയും സ്വകാര്യ ബസ്സുകളുടെയും നല്ലൊരു സമയം ദേശീയപാതയിൽ തന്നെ നഷ്ടപ്പെടുന്നതായി നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യഘട്ട നടപടിയായാണ് തൃശൂർ മുതൽ അരൂർ വരെയുള്ള പ്രധാന ജംഗ്ഷനുകൾ പരിശോധന നടത്തുന്നത്. രാവിലെ ചാലക്കുടി പാപ്പാളി ജംഗ്ഷനിൽ നിന്നുമാണ് പരിശോധന ആരംഭിച്ചത്. തുടർന്ന് പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ പരിശോധന നടത്തിയ ശേഷം ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡും മന്ത്രി സന്ദർശിച്ചു. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പ്രാഥമിക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തു മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്ന് മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിൽ നിന്നും മന്ത്രി നേരെ പോയത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന കരയാംപറമ്പ് ജംഗ്ഷനിലേക്കാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതാത് സ്ഥലങ്ങളിലെ MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. കാനകളുടെ ശുചീകരണം ഉറപ്പാക്കാൻ വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം. മുല്ലശ്ശേരി കനാലിലെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. മാലിന്യം നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി. ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറില്ലെന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. വരുന്ന വെള്ളം മുഴുവൻ മലിനമാണെന്നും പ്രശ്നപരിഹാരത്തിന് കൂട്ടായ പ്രവർത്തനം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. വെള്ളക്കെട്ടിന് കാരണമായ ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ജില്ലാ കളക്ടറും കോർപ്പറേഷൻ സെക്രട്ടറിയും അമിക്കസ് ക്യൂറിയും നിരീക്ഷിച്ചെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇവരുടെ ഇടപെടലിനെയും ഹൈക്കോടതി അഭിനന്ദിച്ചു. മീഡിയ ടൈം, കൊച്ചി. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ മരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത്. അപകടത്തിൽ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം വലിയ മരം പൊട്ടി വീണു. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് മരം പൊട്ടി വീണതെന്നും നിറയെ യാത്രക്കാരുമായി പോയ ബസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്നും ദൃക്സാക്ഷി പ്രതികരിച്ചു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരത്തിന്റെ ബാക്കി ഭാഗവും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ചുമട്ടുതൊഴിലാളികൾ പാഴ്സൽ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ് തകർന്നത്. മീഡിയ ടൈം, തൃശൂർ.
തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടം ചൂണ്ടിക്കാട്ടി വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി പത്രം പിൻവലിച്ചതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ഒരു കുടുംബം. മാളവള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ഇതോടെ ആട്ടിൻകൂടി വീടാക്കി താമസം തുടങ്ങി. മെയ് 17-നാണ് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത്. പഴയ വീട് പ്രളയത്തിൽ മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോഴാണ് രാധയും കുടുംബവും വീട് പൊളിച്ചു നീക്കിയത്. ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 2024 ഏപ്രിൽ 27-ന് രൂപരേഖ അംഗീകരിച്ച് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ ഫീസും പഞ്ചായത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്രയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണം തുടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് മെയ് 17-ന് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത്. അംഗീകാരം നൽകിയ സ്ഥലം തീരദേശ പരിപാലന നിയന്ത്രണ പരിധിയിലാണെന്ന് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റദ്ദാക്കുന്നതെന്നും ജില്ലാതല കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്നതുവരെ പെർമിറ്റ് ഉപയോഗിക്കരുതെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. മഴക്കാലമായാൽ വെള്ളം കയറുന്ന വീടിൻ്റെ ഓല മേഞ്ഞത് ദ്രവിച്ചുപോയി. ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് ചോർച്ച തടയുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബമായ രാധയുടെ മകനും ഭാര്യയും 10-ലും 5-ലും പഠിക്കുന്ന 2 മക്കളുമാണ് ഇവിടെ കഴിയുന്നത്. ഒറ്റമുറി വീട്ടിൽ ഒരു ഭാഗം തുണി കൊണ്ട് മറച്ചാണ് അടുക്കള തിരിച്ചിട്ടുള്ളത്. നിർമ്മാണം തടഞ്ഞ സ്ഥലത്തിനടുത്ത് കായൽ അനുബന്ധ തോടുകൾ മാത്രമാണുള്ളതെന്നും കായലിനടുത്ത് വരെ ഒട്ടേറെ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും രാധയും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഇത് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പ്രളയത്തിൻ്റെ സമയത്ത് 2.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവർ ഇങ്ങനെ രേഖ വേണമെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തറയും പണിത് കല്ലൊക്കെ ഇറക്കി. അത് കഴിഞ്ഞ് നമ്മൾ പെർമിറ്റിൻ്റെ അപ്പം പാടാണെന്ന് പറഞ്ഞപ്പോൾ പെര പണിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം തരം മാറ്റാൻ പറഞ്ഞു. അങ്ങനെ തരം മാറ്റി ഞങ്ങൾ 2 കൊല്ലം അതിൻ്റെ പിന്നാലെ നടന്ന് തരം മാറ്റിയൊക്കെ കിട്ടിയപ്പോൾ അതും കുറിച്ച് ഞങ്ങൾ പെർമിറ്റിനെ അപേക്ഷിച്ച് പെർമിറ്റ് തന്നെ 2 പ്രാവശ്യം വരച്ചു കൊടുത്ത് ഈ പ്ലാൻ. അതുകൊണ്ട് പിന്നെ കിട്ടിയിപ്പോൾ. അപ്പോൾ പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പേപ്പർ കിട്ടുകയാണ്. അത് തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക്. പ്രളയത്തിൽ വീട് പൂർണ്ണമായി മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോൾ ലഭിച്ച 2.5 ലക്ഷം രൂപ ഉപയോഗിച്ച് തറ കെട്ടി കല്ലും വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു വീടെന്ന സ്വപ്നത്തിനായി ഇവർ നടക്കുന്നത് വർഷങ്ങളായി. പഞ്ചായത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. പഞ്ചായത്തിൻ്റെ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ചെന്തുരുത്തിയിൽ നിന്നും ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ്, മീഡിയ ടൈം, മാള. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളൂപ്പറമ്പൻ വീട്ടിൽ 51 വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണ്ണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. കടയുടെ ചുമർ കുത്തി പൊളിച്ച് അകത്ത് കിടന്ന ഇയാൾ ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചു വെച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക എന്നിവ മോഷ്ടിക്കുകയായിരുന്നു. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി തൊട്ടടുത്ത പറമ്പിലെത്തിച്ച ശേഷം പുതുക്കാട് നിന്ന് ഓട്ടോ വിളിച്ചാണ് ഇവർ തൃശ്ശൂരിലെ കടയിൽ വിൽപ്പന നടത്തിയത്. സമീപത്തെ വീടുകളിൽ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് ഓട്ടോ തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷണം നടന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻ, ഗ്രേഡ് CPOമാരായ സജീവ്, അജി, CPOമാരായ ശ്രീജിത്ത്, അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, പുതുക്കാട്. കെയർ കേരള ഫൗണ്ടേഷൻ സാംസ്കാരിക സ്നേഹസംഗമവും സമാധാന സദസ്സും നടത്തി. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ത്വര അവസാനിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കെയർ കേരള ഫൗണ്ടേഷൻ പോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സേവനവും കാരുണ്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉള്ളതുകൊണ്ടുകൂടിയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തം കർമ്മമണ്ഡലത്തിനൊപ്പം സാമൂഹ്യ സേവന രംഗത്തും കയ്യൊപ്പ് ചാർത്തിയ എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KS സുദർശൻ, അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി, SH കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, ജോബിൻ ആൻഡ് ജിസ്മി IT കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ്, ജിസ്മി ജോബിൻ, മാധ്യമപ്രവർത്തകൻ KN വേണു, ഫിലിം സ്പോട്ട് എഡിറ്റർ മനു ഷാജു,
കായികാധ്യാപകൻ ജിബി വി പെരേപ്പാടൻ, നർത്തകി കലാമണ്ഡലം ജയ ആനന്ദ്, ഉയർവനി ആയുർവേദാശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആശ സുധീർ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ മന്ത്രി സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ 100% വിജയം ലഭിച്ച നിയോജക മണ്ഡലത്തിലെ സ്റ്റേറ്റ്, CBSE, ICC സിലബസ് സ്കൂളുകൾക്കുള്ള പുരസ്കാരം സനീഷ് കുമാർ ജോസഫ് MLA വിതരണം ചെയ്തു. നഗരസഭ അധ്യക്ഷൻ എബി ജോർജ്, നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ, പ്രോഗ്രാം ചെയർപേഴ്സൺ ബിന്ദു ശശികുമാർ, ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് NR സരിത, വൈസ് ചെയർമാൻമാരായ അനീഷ് പറമ്പിക്കാട്ടിൽ, നിഷാന്ത് ഡിക്കൂള, ജോയിന്റ് സെക്രട്ടറിമാരായ ടോൾജി തോമസ്, ലെനിൻ ചന്ദ്രൻ, ഡയറക്ടർ ഷാലി മുരിങ്ങൂർ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കനത്ത മഴയെ തുടർന്ന് ആലുവയിൽ വീടുകളിലും റോഡിലും വെള്ളം കയറി. ആലുവ പുളിഞ്ചോട് പഴയ റോഡിലും പരിസരങ്ങളിലുമാണ് വെള്ളം കയറിയത്. കാനകൾ അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിതി ഇതുതന്നെയാണ്. അധികാരികൾ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കനത്ത മഴയിൽ തീരദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പെരിഞ്ഞനം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അറപ്പ പൊട്ടിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ആറാട്ടുകടവ് ബീച്ചിൽ അറപ്പയാണ് JCB ഉപയോഗിച്ച് പൊട്ടിച്ച് തുറന്നു വിട്ടത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന കാനകൾ എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നും ടൈസൺ MLA NH നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രകാരം പലയിടത്തും കാനകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. NCP കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം താൽക്കാലിക പ്രസിഡന്റിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിൽ രൂക്ഷമായ വാക്കുപോര്. 12 അംഗ ബ്ലോക്ക് കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ, താൽക്കാലിക പ്രസിഡന്റ് ബാബു സുരാജ് എന്നീ 2 പേരൊഴികെ ബാക്കി 10 പേരും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു. നിലവിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ സുകുമാരനെ പുതിയ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറയും താൽക്കാലിക പ്രസിഡന്റ് ബാബു സുരാജ് എന്നീ 2 പേർ വിയോജിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് 50ാം വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പ് നടത്തി. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് പ്രസിഡന്റ് PM റഫീഖ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹീം, MS സദൻ, വൈസ് പ്രസിഡന്റ് MV ദാസ്, സെക്രട്ടറി അൻവർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിം, NR സലീഷ്, ഷിബാദ്, MB മുബാറക്, KR സത്യൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ 50% സാമ്പത്തിക സഹായത്തോടെ ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 500 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ മേള സംഘടിപ്പിച്ചു. ഈ പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം കണ്ടെത്തി നൽകി 3 പീടികയിൽ നടന്ന പഠനോപകരണ മേള ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. IIDTS മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സഫീർ, ഇന്നാസ് നൌറിൻ എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി കയ്പമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന ഗാർഡിയൻ ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ അബ്ദുൽ ഹമീദ്, സാക്കിർ, സാഗർ, പ്രശാന്ത്, ബിനി, സുധീർ, സൈഫു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന. പല ഇനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. കാനകളുടെ ശുചീകരണം ഉറപ്പാക്കാൻ വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.